പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറും ഈ ഞായറാഴ്ച കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഗിന്ദറിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്ത ഗോൾബർഗ് എന്ന താരം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചായിട്ട് ആ മത്സരം പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നടത്തിയ വലിയ ഒരു വിമർശനങ്ങളെ സംബന്ധിച്ചാണ്. ഗോൾബർഗ് എന്ന് പറയുന്ന താരത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ ലെഗസി പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രമുഖ ഒരു ചാനലിന് കൊടുത്ത ഒരു പോഡ്കാസ്റ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ രൂക്ഷ വിമർശനം നിലവിൽ ഗോൾബർഗ് നടത്തിയിട്ടുള്ളത്. വിമർശനം എന്ന് പറയുമ്പോൾ WWE ഒന്നടങ്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ പറയുന്നില്ലെങ്കിലും WWE ഭാഗത്തു നിന്ന് വന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് നമുക്ക് അവരെ കേൾക്കാനും കാണാനും സാധിച്ചത്. ഗോൾബർഗ് പറയുന്നത് കുറച്ച് ആഴ്ചകൾ മാത്രമാണ് തൻ്റെ ഈ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് അല്ലെങ്കിൽ തൻ്റെ കരിയറിലെ അവസാന WWE മത്സരം എന്ന രീതിയിൽ അവർ ഹൈപ്പ് അല്ലെങ്കിൽ ബിൽഡപ്പ് കൊടുത്തത്. ഒരു പക്ഷേ ജോൺസണിയെ പോലെ ഒരു വർഷമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ജനുവരിയിലെങ്കിലും തൻ്റെ ഈ ഒരു മാച്ചിനുള്ള ഒരു ബിൽഡപ്പ് ആരംഭിക്കേണ്ടതായിരുന്നു. കാരണം 5 മാസമായി തൻ്റെ ഈ ഒരു റിട്ടയർമെൻറ്റ് മാച്ചിനുള്ള ഒരു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ് ചെയ്തതിനുള്ള ഒരു തിരിച്ച് ഒരു കിട്ടലുണ്ടല്ലോ, അത് ഗോൾബർഗിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഗോൾബർഗ് പറയുന്നത്. താൻ പ്രതീക്ഷിച്ച പോലെ മത്സരം അതിഗംഭീരമാക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഗോൾബർഗ് പറയുന്നുണ്ട്. അപ്പോൾ ബിൽഡപ്പ് വളരെ മോശമായിരുന്നു. ആ ഒരു മോശം തൻ്റെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഗോൾബർഗ് പറയുന്നത്. കൂടാതെ ഗോൾബർഗ് തമാശ രൂപേണ പറയുന്ന മറ്റൊരു കാര്യം, ഗിന്ദറിൻ്റെ ഏറ്റവും പവർഫുൾ മൂവായിട്ട് WWE ഇതുവരെ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചോപ്പ് എന്ന് പറയുന്ന മൂവാണ്. എതിരാളിയുടെ നെഞ്ചത്തേക്ക് കൈകൊണ്ട് അടിക്കുന്ന മൂവ്. അപ്പോൾ ഇതിനു മുൻപ് ആ അടി കിട്ടിയവരെല്ലാം വലിയ രീതിയിൽ വേദനയുള്ളതുപോലെയാണ് കാണിക്കാറുള്ളത്, അല്ലെങ്കിൽ ആ അടിയുടെ പവർ അത്രത്തോളം ഉണ്ടാകാറുണ്ട്. എന്നാൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ഷോയിൽ ഗോൾബർഗിനെതിരെ ആദ്യം ആ ഒരു ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഗോൾബർഗ് അത് ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. അത് ഗോൾബർഗിൻ്റെ ക്യാരക്ടറിൽ നിന്നുള്ള ഒരു മൊമെൻ്റ് ആണെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക. പക്ഷേ ഗോൾബർഗ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് താൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ്. കാരണം ഗിന്ദർ എന്ന് പറയുന്ന റെസ്ലർ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അതിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് ആ ഒരു ചോപ്പ് എന്ന് പറയുന്ന മൂവ്. അപ്പോൾ അത് ഭയങ്കര പവർഫുള്ളാക്കിയിട്ട് താൻ കാണിക്കണമായിരുന്നു. താൻ ആ ഒരു സമയത്ത് ചിരിച്ചത് അത് ഗിന്ദർ എന്ന് പറയുന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗിന്ദറിനോട് അല്ലെങ്കിൽ WWE താൻ ഇപ്പോൾ തന്നെ മാപ്പപേക്ഷിക്കുന്നു എന്നുള്ളതും ഈ പോഡ്കാസ്റ്റിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ ഗോൾബർഗ് പറയുന്നുണ്ട്. കൂടാതെ ഗോൾബർഗ് വലിയ വിമർശനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിട്ടയർമെൻറ്റ് സ്പീച്ചിനെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ച് ആരംഭിക്കുന്നതിന് മുൻപ് പെട്ടെന്ന് തന്നെ ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് വന്നു. ഈ കൊമേഴ്ഷ്യൽ ബ്രേക്ക് വന്ന് ആ കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം ആ ഒരു ഷോയിലേക്ക് തിരികെ വന്നപ്പോൾ വെറും സെക്കൻഡുകൾ മാത്രമാണ് ഗോൾബർഗിൻ്റെ സ്പീച്ച് അവർ കാണിച്ചത്. പിന്നീട് ആ ഒരു ഷോ തന്നെ അവസാനിച്ചു പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് അതിൻ്റെ ഫുൾ സെഗ്മെൻറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ WWE പുറത്തേക്ക് വിട്ടു എന്നുണ്ടെങ്കിലും ഒരു നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു TV-യിൽ ആ ഒരു റിട്ടയർമെൻറ്റ് സ്പീച്ച് ലൈവായിട്ട് അപ്പോൾ തന്നെ കാണിക്കുമ്പോൾ അത് കൂടുതൽ ആരാധകർ കാണും. അപ്പോൾ ഗോൾബർഗിനെ സംബന്ധിച്ച് അതൊരു ആദരവാണ്. എന്നാൽ ഗോൾബർഗിന് അത് കിട്ടിയില്ല. അപ്പോൾ അത് വലിയൊരു വിമർശനമായിട്ട് ഗോൾബർഗ് ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അണ്ടർടേക്കറോ അല്ലെങ്കിൽ ജോൺസനെയോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ WWE ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഗോൾബർഗ് മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിൽ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് മാച്ചിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഗോൾബർഗ് ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള വിമർശനങ്ങളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഒപ്പോണൻറ്റിനെ കൊടുക്കാത്തതും കൃത്യമായിട്ടുള്ള ഒരു ഹൈപ്പ് കൊടുക്കാത്തതും അതൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ഒരു ലെഗസിക്ക് അനുസരിച്ചുള്ള ഒരു റിട്ടയർമെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ഗോൾബർഗ് പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗോൾബർഗിൻ്റെ ഈ ഒരു അഭിപ്രായങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, മെക്സിക്കൻ കമ്പനിയായ AAA ലൂച്ച ലിബ്രയുടെ ജൂലൈ 25 നടക്കാൻ പോകുന്ന ഷോയിലേക്ക് WWE സൂപ്പർ സ്റ്റാറായ അല്ലെങ്കിൽ WWE നിലവിലെ ആക്റ്റീവ് ക്യാരക്ടറുകളിൽ ഒന്നായ എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന ക്യാരക്ടർ പോയി മത്സരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഒക്ടാഗൻ ജൂനിയർ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് എൽ ഗ്രാൻഡെ അമേരിക്കാനോ മത്സരിക്കാൻ ഇറങ്ങുന്നത്. എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന കഥാപാത്രം നിലവിൽ ചെയ്യുന്നത് ലുഡ്വിഗ് കൈസർ ആണ് എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടു. മൂന്നാമത്തെ അപ്ഡേറ്റ്, സ്മാക്ഡൗൺ ബ്രാൻഡിലെ ലെഗഡോ ഡെൽ ഫെൻഡാസ്മ എന്ന ഫാക്ഷൻ്റെ ലീഡറായ സാന്റോസ് എസ്കോബാറിൻ്റെ പുതിയ ലുക്കിനെ സംബന്ധിച്ചാണ്. ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള സാന്റോസ് എസ്കോബാറിൻ്റെ പുതിയ പിക്ചർ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിലവിൽ
പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ആ പിക്ചറിൽ നിന്ന് സാന്റോസ് എസ്കോബാർ ആണോ എന്നുള്ളൊരു ചോദ്യം നിർത്തിക്കൊണ്ടാണ് ഒരു പുതിയ പിക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള താടി വെച്ചിട്ടുള്ള ആ ഒരു ലുക്കിൽ നിന്ന് വലിയ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയൊരു ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സാന്റോസ് എസ്കോബാർ ആണ് എന്നുള്ളത് സാന്റോസ് എസ്കോബാർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വരാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൊക്കെ സാന്റോസ് ഈ ഒരു ലുക്കിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് അവർ ടി വിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. ലെഗഡോ ഡെൽ ഫാന്റാസ്മയ്ക്ക് ടാഗ് ടീം ഡിവിഷനിൽ നല്ല സ്റ്റോറി സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ കിട്ടും. നാലാമത്തെ അപ്ഡേറ്റ് പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്ലറും ക്യാരക്ടറുമായ WWE ഹോൾ ഓഫ് ഫെയിമർ ദി അണ്ടർടേക്കർ അദ്ദേഹം റിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ട് കയറാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഇന്നത്തെ NXT വീക്ക്ലി എപ്പിസോഡിലൂടെ ലഭിച്ചിരിക്കുന്നത്. TNA റെസ്ലിംഗിൻ്റെ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ NXT സൂപ്പർ സ്റ്റാർ ട്രിക് വില്യംസിനെതിരെ ഒരു സെഗ്മെൻറ്റ് ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റാണ് അടുത്ത ആഴ്ചത്തെ NXT വീക്ക്ലി എപ്പിസോഡിൽ ദി അണ്ടർടേക്കർ ചെയ്യാൻ പോകുന്നത്. ദി അണ്ടർടേക്കർ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരാനുള്ള സ്റ്റോറി അപ്ഡേഷൻ ഇന്ന് നടന്ന NXT വീക്ക്ലി എപ്പിസോഡിൽ WWE LFG എന്ന് പറയുന്ന ഒരു റിയാലിറ്റി റെസ്ലിംഗ് ഷോ നടത്തുന്നുണ്ട്. ഈ LFG എന്ന് പറയുന്ന റിയാലിറ്റി റെസ്ലിംഗ് ഷോയിൽ ദി അണ്ടർടേക്കറിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടുള്ള കുറച്ച് യങ് ആയിട്ടുള്ള ടാലൻസ് ഉണ്ട്, റെസ്ലേഴ്സ്. അപ്പോൾ ഈ റെസ്ലേഴ്സിനെ ട്രിക് വില്യംസ് അവരുടെ ലോക്കർ റൂമിലേക്ക് കടന്നു ചെന്ന് കളിയാക്കുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു. ടേക്കറിനെയും അവിടെ ട്രിക് വില്യംസ് കളിയാക്കുന്നുണ്ട്. തുടർന്ന് വന്ന ഒരു അപ്ഡേറ്റിലാണ് അണ്ടർടേക്കറും ട്രിക് വില്യംസ് എന്ന TNA ചാമ്പ്യനും ഫേസ് ടു ഫേസ് വരുന്ന സെഗ്മെൻറ്റ് അടുത്ത NXTയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റ് ടേക്കറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുമോ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഫിസിക്കലായിട്ട് അദ്ദേഹം ഇടപെടാൻ യാതൊരുവിധ സാധ്യതയുമില്ല. എന്തായാലും TNA റെസ്ലിംഗ് ചാമ്പ്യൻ ആയിക്കൊണ്ട് തന്നെ ട്രിക് വില്യംസിന് അടുത്ത NXT വീക്ക്ലി എപ്പിസോഡിൽ വരാൻ സാധിക്കുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. കാരണം ഈ തിങ്കളാഴ്ച സ്ലംവേഴ്സറി എന്ന് പറയുന്ന TNAയുടെ ടോപ്പ് പേപ്പർ വ്യൂ നടക്കാൻ പോകുന്നുണ്ട്. അതിൽ TNA ടൈറ്റിൽ ട്രിക് വില്യംസ് ഡിഫെൻഡ് ചെയ്യുന്നുമുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സൂപ്പർ താരം റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നമുക്ക് ഇന്നലെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചു. OTC1 എന്ന പുതിയ നിക്നെയിമിലൂടെ തിരികെ വന്നിരിക്കുന്ന റോമൻ റെയിൻസിൻ്റെ കുറച്ച് പുതിയ മെർച്ചൻഡൈസ് WWE പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. സാധാരണത്തെ പോലെ അദ്ദേഹത്തിൻ്റെതായ ടീഷർട്ടുകളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മറ്റ് വസ്തുക്കളും ധരിക്കാൻ സാധിക്കുന്ന മറ്റ് വസ്തുക്കളും ഒക്കെ WWE പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പുതുതായി ഇപ്പോൾ റോമൻ റെയിൻസിൻ്റെതായിട്ട് അവർ പുറത്തേക്ക് വിട്ടിട്ടുള്ളതിൽ റോമൻ റെയിൻസിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു പുതുതായി കൊണ്ടുവന്നിട്ടുള്ള കസ്റ്റം മെയ്ഡ് ടൈറ്റിലിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ആ മാസങ്ങളിലോട് അനുബന്ധിച്ച് നമ്മൾ പങ്കുവെച്ച ഒരു സ്റ്റോറി അപ്ഡേഷൻ തന്നെയായിരുന്നു. കാരണം ജനുവരിയിൽ നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറുന്ന ആദ്യ റോ എപ്പിസോഡിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ റോ എപ്പിസോഡിൽ ഒരു മത്സരം നമുക്ക് റോമൻ റെയിൻസ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിൽ കാണാൻ സാധിച്ചു. ട്രൈബൽ കോമ്പാക്റ്റ് മത്സരമായിരുന്നു. ഈ മത്സരത്തിൻ്റെ ആദ്യ പ്ലാൻ എന്ന് പറയുന്നത് വിജയിക്കുന്ന റെസ്ലറിന് ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നീടായിരുന്നു ഇതൊരു ഉലാഫാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാക്കി മാറ്റാം എന്നുള്ള രീതിയിലേക്ക് സ്റ്റോറി അവർ ബിൽഡ് ചെയ്തത്. ആദ്യ പ്ലാൻ അനുസരിച്ച് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ചാമ്പ്യൻഷിപ്പാണ് റോമൻ റെയിൻസിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ കൊടുത്തുകൊണ്ട് ഇപ്പോൾ റോമൻ റെയിൻസിൻ്റെ മെർച്ചൻഡൈസ് ഐറ്റത്തിൽ ഉൾപ്പെടുത്തി പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു റിപ്ലിക്ക ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പായിരുന്നു അന്ന് അവർ ആദ്യ പ്ലാനിൽ റോമൻ റെയിൻസിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോളോ സിക്കോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റോമൻ റെയിൻസിൻ്റെ അരയിൽ കെട്ടിക്കൊടുക്കുന്നതായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഉലാഫാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമായിരിക്കാം എന്നുള്ള രീതിയിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യുകയായിരുന്നു. അന്ന് അത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടില്ല. എന്തായാലും OTC1 എന്ന പുതിയ നിക്നെയിമിലൂടെ തിരികെ വന്ന റോമൻ റെയിൻസിൻ്റെ ഈ ഒരു ടൈറ്റിൽ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും മേടിക്കാം എന്ന രീതിയിൽ മെർച്ചൻഡൈസ് വിഭാഗത്തിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.